Hey, sabur, sabur. Yes, bro. Yes, bro. Yes. എന്തിനാണ് മോളെ കരയിപ്പിച്ചത്? കരയിപ്പിച്ചില്ല, അവൾ ഓൾറെഡി അവിടെ കരയുന്നല്ലേ. എങ്ങനെ യാത്ര ചെയ്യുന്നത്? പ്ലാച്ചി ഫാൻസ് ഒക്കെ അസ്വസ്ഥരാണ്. എന്താണ് പ്ലാച്ചിന്റെ അടുത്ത് എവിക്റ്റ് ആക്കിയതാണ്? അത് എൻ്റെ അടുത്ത് ആക്ച്വലി ഞാനിവിടെ കുറെ പേർക്ക് ഇന്റർവ്യൂ വന്നിട്ടുള്ളൂ. പ്ലാച്ചി എന്നതാണ് എനിക്ക് ഭയങ്കര ഇഞ്ചടിക്കാറുണ്ട്. കാരണം അനിമോള് ഒരു എന്താ പറയാ, ആ ഒരു പാവയിലേക്ക് ഒതുങ്ങി പോകുന്ന പോലെ. നമ്മൾ ഈ ബിഗ് ബോസിൽ പോയ ഒരാളാണ് ഞാൻ സീസൺ 1 ഉണ്ടായിരുന്നു. നമ്മുടെ സീസണിലൊന്നും ഈ പാവയുടെ അടുത്തുള്ള പരിപാടികൾ അങ്ങനത്തെ ഇതൊന്നും ഇല്ല. പക്ഷെ ഒന്ന് കുറച്ച് നീങ്ങിക്കാണെങ്കിൽ നല്ലതായിരിക്കും. പക്ഷെ എനിക്ക് ഭയങ്കര ഇതാവുന്നു, ശ്വാസം അപ്പോ പാവേനെ വെച്ചിട്ടുള്ള പരിപാടി നമ്മുടെ സീസണിലില്ല. എനിക്ക് തോന്നി അത് നമ്മളത് കളയുമ്പോൾ ചിലപ്പോൾ ഈ ഒരു വീക്ക് കുറച്ച് സ്ട്രോങ് ആവും. അതുകൊണ്ട് അങ്ങനെ ഒരു ആഴ്ച കഴിഞ്ഞ് കൊടുത്താലും വിഷയമല്ല. ലാലേട്ടനത് പറഞ്ഞാൽ ചിലപ്പോൾ ലാലേട്ടൻ കൊടുക്കും. ബ്രോ, എനിക്ക് ഞാൻ മനസ്സിലാക്കിയ കാര്യം അനിമോള് ഗെയിം ചേഞ്ചിനേക്കാളും ഉപരി അനിമോള് ഗെയിം കളിക്കുന്നില്ല എന്നൊരു പ്രശ്നമാണ്. അനിമോൾ ആ പാവയിലൂടെ ഒതുങ്ങി പോകുന്ന ഒരു സാധനമായിട്ട് എനിക്ക് തോന്നിയായിരുന്നു. അപ്പോൾ അത് എനിക്ക് ഞാൻ ഓൾറെഡി കുറേ പേർക്ക് ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് ഈ കാര്യം. അതെനിക്ക് ഭയങ്കര ഇഞ്ചായിട്ട് തോന്നുന്നു. കാര്യം ഒരു പാവയോട് സംസാരിക്കുന്നതും പാവയെ അവിടെ ഒരു പാവ ഒരു കണ്ടസ്റ്റന്റ് പോലെ എനിക്ക് ഫീൽ ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ അനിമോൾ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ പ്ലാച്ചിനെ കൈപിടിച്ചിട്ട് ഇങ്ങനെ നടക്കുന്നത്? പുള്ളിക്കാരത്തിൽ എന്ന് വെച്ചാൽ നമുക്കൊരു കൂട്ടുള്ളൊരു അധിക ആവേശമാണ്. അപ്പോൾ ഒറ്റപ്പെടുകലാണ് അതിൻ്റെ ഒരു കാരണം. ഒറ്റപ്പെടുന്നുള്ളൊരു പ്രശ്നങ്ങളുണ്ട്. പിന്നെ അനിമോൾക്ക് അങ്ങനെ വലിയ സുഹൃത്തുക്കളും അതിൻ്റെ അകത്തില്ല. പിന്നെ ഈ പറഞ്ഞ കുറച്ച് ആളുകൾ അനിമോളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിൻ്റെ അകത്ത്. കാര്യം അവൾ കരയുമ്പോൾ കൂടെ ഇരുന്ന് വർത്താനം പറയും, അവളെ എൻ്റർടൈൻ ചെയ്യുന്ന അനീഷ്, ഷാനവാസ്, അവർക്ക് അനിമോൾ ചെറിയ രീതിയിൽ ഒരു, പിന്നെ ജിഷിൻ, അവർക്ക് ചെറിയ പിന്തുണ കൊടുക്കുന്നുണ്ട്. അല്ലാതെ പിന്നെ അനിമോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പെങ്ങളെ പോലെ തന്നെ ഞാൻ അത്രയും കാണുന്ന ആളാണ്. പിന്നെ എനിക്ക് അങ്ങനെ ഫേവറേറ്റ്സും കാണിക്കാൻ പറ്റില്ല. കാര്യം ഞാൻ ബിഗ് ബോസിൽ പോയതെന്ന് പറഞ്ഞാൽ ആ ഷോയുടെ നമ്മൾ ഒരു ഹോട്ടൽ ടാസ്കിൽ രണ്ട് ഗസ്റ്റായിട്ട് ഞാൻ ഷോയിൽ പോയത്. അപ്പോൾ എനിക്ക് അനിമോളെ പോലെ തന്നെ ഷാനവാസ്, ജിഷിൻ, അതുപോലെ എൻ്റെ സുഹൃത്തിൻ്റെ ചേട്ടനാണ് അനീഷ്, അതുപോലെ അക്ബർ എൻ്റെ ഫ്രണ്ടാണ്. അതിനകത്തുള്ള ഓൾമോസ്റ്റ് എല്ലാ ആളുകളും എൻ്റെ സുഹൃത്തുക്കളൊക്കെയാണ്. എനിക്ക് പേഴ്സണലി അറിയുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അതങ്ങനെ ഒരു എന്താ പറയുക, അങ്ങനത്തെ ഒരു ഷോയാണ്. അപ്പോൾ അനിമോൾ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയോട് എനിക്ക് അങ്ങനെ ചെയ്യാൻ തോന്നി. കാര്യം എനിക്ക് ചെയ്യണമെന്ന് ഞാൻ എപ്പോഴും ഒരു ഓഡിയൻസായിട്ട് ബിഗ് ബോസ് ഷോ കാണുന്ന ഒരാളാണ്. അപ്പോൾ ഓഡിയനായിട്ട് ഷോ കാണുമ്പോൾ ഓഡിയൻസിന് ഒരു 10% അല്ലെങ്കിൽ 20%, 30% ആളുകൾക്ക് തോന്നിയൊരു കാര്യമായിരിക്കും ആ പാവ ഒന്ന് അവിടെ പോയിരുന്നെങ്കിൽ, അവിടെ നിന്ന് പോയി കിട്ടിയിരുന്നെങ്കിൽ ചിലപ്പോൾ അനിമോള് കുറച്ച് ആളുകൾക്ക് പോയി സംസാരിച്ച് കുറച്ച് പവർഫുള്ളായിട്ട് നിൽക്കും എന്ന് തോന്നിയത് എനിക്കും തോന്നി. ഞാൻ എപ്പോഴും ഒരു ഷോ കാണുമ്പോൾ ഞാൻ ബിഗ് ബോസിൻ്റെ കണ്ടസ്റ്റൻ്റായിട്ട് അല്ല, ഞാൻ ആ ഷോയുടെ ഒരു ഓഡിയനായിട്ട് നമ്മൾ കാണുന്നു, ഓഡിയൻസിൻ്റെ ഒരാളായിട്ട് കാണുന്ന ഒരാളാണ്. അനിമോൾക്ക് മനസ്സിൽ വെറുപ്പുണ്ടാവും. എന്തിനു ബ്രോ, ഞാൻ അവിടെ വെച്ച് സംസാരിച്ചു, മോളെ നീ പുറത്തിറങ്ങുമ്പോൾ ആ പാവ നിനക്ക് കിട്ടും, അല്ലെങ്കിൽ നീ വാങ്ങിച്ചോ, ആരാണ് വാങ്ങിച്ചോ. അപ്പം ഞാനത് ബിഗ് ബോസിൻ്റെ ഫ്ലോറിൻ്റെ അപ്പുറത്തേക്കാണ് അറിഞ്ഞേക്കണേ, കോമ്പൗണ്ടിലേക്ക്. അതിപ്പോൾ അവിടുത്തെ അല്ലെടുത്തിട്ട് വേണമെങ്കിൽ വെച്ചോളൂ, അല്ലെങ്കിൽ ഞാൻ പിന്നെ അത് അന്വേഷിക്കാനേ പോയിട്ടില്ല. എന്റെ മേത്തിട്ട് 2 ഇടിയൊക്കെ ഇടിച്ചു. ഞാൻ എനിക്ക് ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല, കാരണം അവളിടിച്ച് എനിക്ക് അങ്ങനെ ഒന്നും കേൾക്കാൻ പോകുന്നില്ല. ഈ സീസണിലെ മത്സരാർത്ഥികൾക്ക് ലാലേട്ടനോടും ബിഗ് ബോസിന് ഒരു ബഹുമാനം ഇല്ല എന്ന് പറയുന്നത്. ഞാൻ അത് ബഹുമാനമില്ലായ്മല്ല, ഒരു അച്ചടക്കമില്ലായ്മ ഉണ്ട്. കാര്യം അത് ബഹുമാനം വേറെ, അച്ചടക്കം വേറെ. അച്ചടക്കം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു സാധനം അവര് ഇങ്ങനെ മാറ്റി വയ്ക്കലും ഇങ്ങനെ ഒരു എന്താ പറയാ, അവിടെ തന്നെ കള്ളന്മാരാണ് ആ പ്രശ്നം. അതുകഴിഞ്ഞാൽ അവർക്ക് അവരെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. കാര്യം അവിടെ ക്യാപ്റ്റൻ പറഞ്ഞ കേൾക്കില്ല. ഈ ഇപ്പൊ കളത്തരം എന്ന് പറയുമ്പോൾ തന്നെ ഈ നവീൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ അല്ലെങ്കിൽ ഈ കഥ മത്സരാർത്ഥി എപ്പോഴും അവിടുത്തെ ഭക്ഷണങ്ങൾ കട്ടെടുക്കുക, മറ്റുള്ള ആൾക്കാരോട്. നിവിൻ അദ്ദേഹം ബേസിക്കലി ഒരു പാവം സോളാണ് അയാൾ. പിന്നെ അയാളുടെ മനസ്സിലൊന്നുമില്ല, അയാളങ്ങനെ ഓപ്പണായിട്ട് എന്തും പറയും. അയാൾക്ക് ഒരു പ്രശ്നമില്ലാത്ത ഒരു വലിയ മൈൻഡുള്ള മനുഷ്യനാണ്. അല്ലെങ്കിൽ നെഗറ്റീവോ പോസിറ്റീവോ ഒന്നും ഒരു വിഷയമില്ലാത്തൊരു ക്യാരക്ടറായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ കട്ടെടുക്കുന്നത് ഞാൻ പറഞ്ഞില്ല, അത് വളരെ എന്റർടൈൻമെന്റ് ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. കളവ് എന്ന് പറഞ്ഞാൽ ഫുഡ് എടുക്കുക. കഴിഞ്ഞ ദിവസം ഇപ്പൊ ഷാനവാസ് ഒരു മല്ലിയില കട്ടെടുത്തപ്പോൾ ഷാനവാസ് പാത്രത്തിൽ
തട്ടിക്കളയുണ്ടേ ഭക്ഷണം കഴിച്ചത്. അപ്പൊ അതൊക്കെ കണ്ടിരുന്നു. ഞാൻ കണ്ടിരുന്നു. അപ്പൊ അതൊക്കെ ഒരു തരത്തില് മറ്റുള്ളവർക്ക് അത് കിട്ടാത്തൊരു സാധനം ആളുകൾ കാര്യം സംസാരിച്ചിരുന്നു. അത് ഷാനവാസിന് ഭയങ്കര ഭയമുണ്ട്, അത് നെഗറ്റീവ് ആവും. ഞാൻ പറഞ്ഞിട്ട് പൊന്നു ബ്രോ, അതൊക്കെ ഒരു ആക്സിഡന്റിൽ ഉണ്ടാവുന്ന കാര്യമാണ്, അല്ലാതെ മനഃപൂർവ്വം നിങ്ങൾ ചെയ്യുന്നല്ലാന്ന് ഓഡിയൻസ് പറയും. ഇത് കാണുന്ന ആൾക്കാരൊന്നും അങ്ങനെ മണ്ടന്മാരൊന്നല്ല, അവരൊക്കെ നല്ല എല്ലാ സീസണും കാണുന്ന ആൾക്കാരെയാണ് ഇപ്പൊ ബിഗ് ബോസ് 7th സീസണും കാണുന്നത്. അപ്പോൾ അവർക്ക് എൻ്റെ സീസൺ ഫസ്റ്റ് സീസണാണ്, ആ സീസൺ കാണാത്ത ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പോഴും. ആ സീസൺ ഞാൻ ബിഗ് ബോസിൽ പോയി അറിയാത്ത ആൾക്കാരുണ്ട്, ഞാൻ ആരാന്ന് പോലും അറിയാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ ഒരു അങ്ങനത്തെ ഷോ ആണ് അവിടെ. ഇതെല്ലാം ഇപ്പോന്ന് പറഞ്ഞാൽ ഈ ലൈവ് അല്ലേ, 24 hours ആണ്. അപ്പോൾ ഈച്ച് ആൻഡ് എവറിത്തിങ്. അപ്പോൾ നവീന് ഷാനവാസ് അതിന് മുമ്പ് വേറെ പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവും, ഈഗോ ക്ലാഷ് ഉണ്ടാവും, അതൊക്കെ തമ്മിൽ ഇതൊക്കെ ഒരു കണക്ട് ആവുന്നുണ്ടാവും. ഈ അനിമോളുടെ ഗെയിം എന്ന് പറയുന്നത് ഭയങ്കര കരച്ചിൽ നാടകമാണെന്ന് പുറമെ ഒരിക്കലും ബ്രോ. അനിമോൾ പേഴ്സണലി അറിയുന്ന ഒരാൾക്ക് അനിമോൾ അറിയാം. അനിമോൾ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു സ്ത്രീയാണ്. കാര്യം പെട്ടെന്ന് കരച്ചിൽ വരും, അതുപോലെ പെട്ടെന്ന് സ്വിച്ച് ഇട്ടോളം സന്തോഷം വരും. അത് അങ്ങനത്തെ ക്യാരക്ടറാണ്. ഓരോ മനുഷ്യന്മാരും ഓരോ ക്യാരക്ടറല്ലേ. നമ്മളിപ്പോൾ വെറുതെ എന്തിനാ അവരെ ജഡ്ജ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. പിന്നെ എല്ലാവർക്കും ഡൗട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാലേട്ടൻ വന്ന സമയത്ത് അത്രയും ഷൗട്ട് ചെയ്തിട്ട് അനിമോൾ കരഞ്ഞില്ല എന്നുള്ളതാണ്. അനിമോള് കരഞ്ഞില്ല എന്നല്ല, അനിമോളുടെ സ്റ്റേറ്റ്മെന്റിൽ അനിമോൾ ഉറച്ചു നിന്നാണ്. അത് അവിടെ കരയേണ്ട ആവശ്യമില്ലല്ലോ. ആ ഒരു സ്റ്റേറ്റ്മെന്റ് വളരെ സ്ട്രോങ് ആയിട്ട് പറഞ്ഞൊരു കാര്യത്തിൽ അവിടെ അനിമോൾക്ക് എങ്ങനെ കരച്ചിൽ വന്നാൽ അനിമോളെ ഇമോഷണലി അറ്റാക്ക് ചെയ്യുമ്പോഴാണ്. ലാലേട്ടൻ അത് വളരെ സീരിയസ് ആയിട്ട് ചോദിച്ച കാര്യമാണ്. അപ്പോൾ അനിമോൾ ഞാൻ കണ്ട കാര്യമാണ്. അന്നും ഇപ്പം ഞാൻ ബിഗ് ബോസിന് അകത്ത് പോയപ്പോൾ അനിമോൾ അത് എന്നോട് പറഞ്ഞു, ഞാൻ കണ്ട കാര്യമാണ് ഇക്ക. ഞാൻ പറഞ്ഞു, നീ കണ്ടത് ചിലപ്പോൾ കണ്ടില്ല എന്ന് മറ്റ് നടിക്കേണ്ട വരും. അതാണ് ബിഗ് ബോസ് ഷോ. ബ്രോ അത് വിശ്വസിക്കുന്നുണ്ടോ അവര് തമ്മിൽ? ബ്രോ ഞാൻ കാണാത്ത കാര്യമാണത്. അതുകൊണ്ട് എനിക്ക് അനിമോൾ പറഞ്ഞു എൻ്റെ അടുത്ത് അത് അങ്ങനെയുള്ള കാര്യമാണെന്ന് അനിമോൾ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയല്ല, ചില കാര്യം നമ്മൾ കാണാത്ത പോലെ കണ്ണടച്ച് ജീവിക്കേണ്ടി വരും. അപ്പോൾ ഞാൻ പറഞ്ഞു അവളോട്, ചിലത് നമ്മൾ കണ്ടില്ല മറ്റ് മുന്നോട്ട് പോവുക. കാര്യം അതല്ല നമ്മുടെ ലക്ഷ്യം. അവിടെ പല ആളുകൾ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ കുറ്റക്കാരാവുമെന്ന് ഞാൻ പറഞ്ഞു കൊടുത്തു. അത് നമ്മുടെ ജീവിതത്തിലും അങ്ങനെ ട്രബിളായ ഒരുപാട് ആൾക്കാരുണ്ട്. നിങ്ങൾ ബിഗ് ബോസിൽ പോയ സ്ഥിതിക്ക് 2 ദിവസം ഉണ്ടായിരുന്നല്ലോ, ആര്യനെയും ജിസേലിനെയും കണ്ടപ്പോൾ അവരുടെ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് തോന്നുന്നു? അല്ല, ആര്യൻ ജിസേല് അവർ സുഹൃത്തുക്കളായിട്ടും പിന്നെ അവരടുത്ത് ഞാൻ പിന്നെ ഒരു എന്താ പറയുക, ഞാൻ ബേസിക്കലി ഒരു മോഡലാണ്. ഞാനൊരു ആണും പെൺകുട്ടിയും ഒരുമിച്ചിരിക്കുകയും തോളത്ത് കൈയിടുകയും അവർ തമ്മിൽ ഒരു ബെഡിൽ കിടക്കുകയും ചെയ്തെന്ന് പറഞ്ഞിട്ട് ഞാൻ അവർ തമ്മിൽ പ്രേമാണെന്നോ അല്ല അവർ തമ്മിൽ വേറൊരു ബന്ധമാണെന്നോ പറയുന്ന ഒരാളല്ല ഞാൻ അങ്ങനത്തെ ഒരു ചിന്താഗതി ഇല്ലാത്ത ഒരാളാണ്. കാര്യം ഞാൻ വളർന്നതും ഇതൊക്കെ ഒരു നോർമൽ വില്ലേജിലാണെങ്കിൽ പോലും എൻ്റെ പ്രൊഫഷണലി ഞാൻ വേറൊരു കാറ്റഗറി നിൽക്കുന്ന ആളാണ്. അപ്പോൾ അങ്ങനെ ഒരിക്കലും ഞാൻ ജഡ്ജ് ചെയ്യില്ല. കാര്യം ഞാൻ കണ്ണുകണ്ട് കാണാത്ത കാര്യം ഞാൻ ഒരിക്കലും അവർ അങ്ങനത്തെ ഒരാളാണെന്ന് പറയാൻ ഞാൻ യോഗ്യനല്ല, അങ്ങനെ ഞാൻ പറയുമില്ല. പക്ഷെ അവർ തമ്മിൽ ഭയങ്കര ഒരു ബോണ്ട് ഉണ്ട്. അത് എന്താണെന്ന് എനിക്കറിയില്ല. അനിമോൾ അങ്ങനെ ജഡ്ജ് ചെയ്യുന്ന ഒരാളാണോ ബ്രോ? അനിമോൾ കണ്ടു എന്നാണ് പറയണത് ബ്രോ. അനിമോൾ ജഡ്ജ് ചെയ്യുന്ന ആളാണ്. അങ്ങനെയല്ല, ഇനിയിപ്പോ ബ്രോ പറഞ്ഞില്ല അപ്പൊ അങ്ങനെ കുറച്ച് സമയം എന്താ പറയാ, അനിമോൾ കണ്ടു അവര് തമ്മിൽ ചുംബിക്കുന്നല്ല അനിമോൾ പറയുന്നേ. അങ്ങനെയാണ് അനിമോൾ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ഞാനത് കണ്ടില്ലല്ലോ. അനിമോൾ കണ്ടു എന്നല്ല പറഞ്ഞത്. ഞാൻ അനിമോൾ എന്നോടും പറഞ്ഞ അങ്ങനെ തന്നെയാണ്, അവളത് കണ്ടു എന്നാണ് പറഞ്ഞത്. അല്ല, ഈ സീസണിൽ പുരുഷന്മാർക്കെതിരെ ഒരുപാട് അലിഗേഷൻസ് വരുന്നുണ്ട്. അപ്പം മറ്റു സീസണെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അതെല്ലാവരും ഒരു കാർഡായിട്ട് ഉപയോഗിക്കുന്നുണ്ടോ? അപ്പോൾ അത് ഈ അലിഗേഷൻസ് ഒരെണ്ണം മാത്രമാണ് വന്നിട്ടുള്ളൂ. അത് ഈ നമ്മുടെ നീലിന്റെ കാര്യം, ആര്യന്റെ കാര്യം. അത് അലിഗേഷൻസ് പറയാൻ പറ്റൂല. അത് ആര്യൻ കിടന്നിട്ടല്ലേ, അതിനോട് എന്താ പറയാനുള്ളത്? ആര്യൻ കയറി കിടന്ന കാര്യമാണ്. അത് ആര്യൻ തമാശ കാണിച്ചാ. ആര്യൻ ബേസിക്കലി 23 വയസ്സുള്ളൂ. ഞാൻ ആര്യനോട് ഏജ് ചോദിച്ചു, അവന് 23 വയസ്സുള്ളൂ. അല്ല, 23 വയസ്സായാലും അങ്ങനെ ചെയ്തത് അല്ല, തെറ്റ് തന്നെ. അത് 23 വയസ്സ് 22 വയസ്സ് 22 ഒന്നും തെറ്റ് തന്നെ ആര് ചെയ്താലും. അപ്പോൾ അത് എന്ത് ഇൻറ്റൻസിലാണ് കിടന്നതെന്നുള്ള കാര്യം എനിക്കറിയില്ല. കാര്യം ഞാൻ ആ സ്പോട്ടിൽ അവിടെ ഇല്ല. ഞാൻ ആ ഷോ നിങ്ങൾ മൊബൈലിൽ കണ്ട പോലെ കണ്ടോട്ടുള്ളൂ. അതുകൊണ്ട് അതിനെപ്പറ്റി ഞാൻ ചോദിക്കാൻ നിന്നില്ല. കാര്യം അത് എനിക്ക് വലിയ സുഖമുള്ള കാര്യം അല്ലാത്തതുകൊണ്ട് ഞാൻ ചോദിച്ചില്ല. പിന്നെ ഒനിലിന്റെ കാര്യം, നെവിന്റെ സെക്ഷുവാലിറ്റി ഷാനവാസാണോ നിങ്ങൾ പറഞ്ഞത്? ആര് ചോദ്യം ചെയ്യുന്ന പറഞ്ഞേ? അല്ല, ഈ പറഞ്ഞ പോലെ മോശമായി രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആര് പറഞ്ഞു? ഷാനവാസ് സംസാരിച്ചായിരുന്നല്ലോ. ആ, ഷാനവാസ് സംസാരിച്ച കാര്യം നിങ്ങൾ പറഞ്ഞു. അത് ചോദ്യം ചെയ്തല്ലോ. നെവിൻ എന്തോ ഷാനവാസ് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ല, നെവിന് ഷാനവാസ് തമ്മിൽ എന്തോ ചെറിയ ഈഗോ ക്ലാഷ് ഉണ്ട്. അതിലെന്തോ ഷാനവാസിന്റെ ബെഡിൽ വന്ന് കിടന്നു, അങ്ങനത്തെ ഒരു കഥയല്ലേ. അതെന്തോ ഞാൻ ചോദിച്ചു. അത് രണ്ടുപേരും തമ്മിൽ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്. പക്ഷെ ഞാൻ ഞാൻ പറഞ്ഞു നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ഇവിടെ നിന്ന് പിരിയുമ്പോൾ കൈ കൊടുത്ത് പിരിയുക എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. കാര്യം അത് വലിയൊരു കോൺട്രവേഴ്സി ഉള്ള കാര്യമാണ്. അത് നമ്മൾ ഒരാളുടെ
അത് വലിയ കോൺട്രവേഴ്സി ആയിട്ടുള്ള കാര്യം. അപ്പോൾ അതുകൊണ്ട് ഞാൻ സംസാരിക്കേണ്ട ആവശ്യമില്ല. ഈ വിഷയത്തിൽ നിവിൻ ഇന്ന് നിങ്ങളെ കെട്ടിപ്പിടിച്ച് കരയുന്ന വിഷ്വൽസ് ഒക്കെ ഞാൻ കണ്ടു. ഞാൻ നിവിനെ സമാധാനപ്പെടുത്തി. കാര്യം ഞാൻ നിവിനോട് പറഞ്ഞു, ബ്രോ ഇതൊന്നല്ല ലോകം. ബിഗ് ബോസ് എന്ന ഷോ കഴിഞ്ഞ് 100 ദിവസം വേറൊരു യൂണിവേഴ്സിറ്റിയിലേക്ക് നമ്മൾ വരുന്നത്. അപ്പോൾ നിങ്ങളിത് ഒരു ദിവസം നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ ഉണ്ടായെന്നും പറഞ്ഞിട്ട് 100 ദിവസം നിങ്ങൾ അങ്ങനെയാണെന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ബെറ്റർ ഡേയ്സ് കം. ഒരു ദിവസം കഴിഞ്ഞാൽ അടുത്ത ദിവസം നല്ല ദിവസം വരും. അങ്ങനെ ചിന്തിക്കാൻ പറഞ്ഞ് ഞാൻ അവനെ സമാധാനപ്പെടുത്തി. ഞാൻ ഷാനവാസിനോട് പോയി ചോദിച്ചു. ഷാനവാസ് പറഞ്ഞ വേറൊരു കാര്യമാണ്, നിവിൻ എന്തോ ബെഡിൽ കിടന്നു അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഒരു കഥ പറഞ്ഞു. ഇത്തവണത്തെ ബിഗ് ബോസിലെ സെലക്ഷൻ പാളിപ്പോയെന്ന് തോന്നുന്നുണ്ട് ബിഗ് ബോസിന്റെ? ഒരിക്കലും ബ്രോ. കാര്യം ബിഗ് ബോസിൽ ഈ സെലക്ഷൻ ഈ പ്രാവശ്യമാണ് ഒരു കൊമ്പനില്ലാത്തൊരു ബിഗ് ബോസ് കാണുന്നത്. കാര്യം അല്ലെങ്കിൽ ഏതിലൊരുത്തും ജയിക്കും, അവൻ ഭയങ്കര പവർഫുൾ, എല്ലാവരും അവൻ കയറിയാണ് ഭരിക്കല്, അങ്ങനത്തെ പരിപാടിയായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം അങ്ങനത്തെ ഒരു ഇതില്ലാത്തതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഷോ. കാര്യം അങ്ങനെ ഒരു കൊമ്പനില്ല. അല്ലെങ്കിൽ കഴിഞ്ഞ സീസണെ അറിയാലോ, ഒരുത്തൻ കയറി അങ്ങ് ഭയങ്കര ഒച്ചയിൽ സംസാരിക്കുകയും അവൻ കയറി ഹൗസ് മേറ്റ് എല്ലാവരെയും കയറി ഭരിക്കുകയും അവൻ്റെ നിയന്ത്രണത്തിൽ ഹൗസ് മേറ്റ് എല്ലാവരും അവൻ്റെ ഒരു പാവയെ പോലെ, അവൻ ചലിപ്പിക്കുന്ന പാവകളെ പോലെ അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു അങ്ങനത്തെ പരിപാടിയായിരുന്നു. ശരിക്കും ഒരാളിലേക്ക് ഷോ അതുകൊണ്ട് ഭയങ്കര രസമുണ്ട്. അതാണ് ഷോ. അങ്ങനെയാണല്ലോ വേണ്ടത്. നമ്മൾ ഒരിക്കലും ഒരാള് ഷിയാസിന്റെ പരിപാടിക്ക് പോയപ്പോൾ ഷിയാസ് കൊമ്പനല്ലായിരുന്നു പറഞ്ഞു. ഷിയാസ് കരീമിന്റെ സീസണിൽ ഞാൻ ഒരിക്കലും സീസണിൽ ഞാൻ വളരെ നോർമൽ ആയിട്ടുള്ള ഒരു ബിഹേവിയർ ഉള്ള മനുഷ്യനാണ്. ഞാനങ്ങനെ ആവായിരുന്നല്ലോ ഇത്രയും പോലും ഒരിക്കലും ആവാൻ പറ്റില്ല. അവിടെ ഷിയാസ് കരീം എന്ന വ്യക്തി ഒന്നും ആർക്കും അറിയാൻ പാടില്ല. അന്ന് എന്റെ കൂടെ ഉണ്ടാകുന്നത് ശ്വേതാ മേനോൻ, രഞ്ജിനി ഹരിദാസ്, പേളിമണി, സാബു, ശ്രീനിഷ് അരവിന്ദ്, ബഷീർ ബാഷി, അനൂപ് ചന്ദ്രൻ, അങ്ങനെ വലിയ ആ ഒരു സമയത്താണ് ഇപ്പൊ അനീഷ് എന്നുള്ളൊരു കോമണർ കട്ടൊക്കെ പിടിച്ച് നിൽക്കുന്നത്. അനീഷ് എന്നൊരു വ്യക്തി കോമണർ നിൽക്കുന്ന അനീഷ് നല്ല രീതിയിൽ അത്യാവശ്യം പഠിപ്പും അത്യാവശ്യം പുസ്തകങ്ങൾ എഴുതുകയും അത്യാവശ്യം കാര്യങ്ങളെ പറ്റി അറിയാം. എനിക്കൊരു തേങ്ങ അറിയാൻ പാടില്ല. ഞാൻ ഒരു മോഡൽ എന്ന രീതിയിലാണ് അങ്ങനെ പോയത്. അല്ലാതെ എൻ്റെ വീട് പെരുമ്പാവൂരാണ് ഒരു മോഡൽ. എനിക്ക് പ്രത്യേകിച്ച് കഴിവുള്ളൊരു വ്യക്തിയൊന്നും അല്ലായിരുന്നു. ഞാൻ മോഡൽ മാത്രമായിരുന്നു. പിന്നെ ജൂനിയർ ആർട്ടിസ്റ്റ് തന്നെ പറയാം. ചെറിയ വേഷങ്ങൾ ചെയ്ത് സിനിമയിലൊക്കെ ചെയ്തൊരു ഇപ്പൊ ഞാൻ അത്യാവശ്യം നിങ്ങളോടൊക്കെ ഈ ഒരു ക്യാമറ മുന്നിൽ നോക്കി നിന്ന് കൈ വരയ്ക്കാതെ ചുണ്ടു വരയ്ക്കാതെ സംസാരിക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ എനിക്ക് കുറച്ച് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അത് എൻ്റെ ഈ ഒരു 5, 6, 7 കൊല്ലത്തിലെ എന്റെ ജേണിയിൽ ഉണ്ടായിരുന്ന മാറ്റമാണ്. അത്രയുള്ളൂ. ഇപ്പൊ ഈ ഷിയാസ് കരീം ഈ പോകുന്നതിന് മുന്നേ തന്നെ അവിടെ നല്ല രീതിയിൽ ചർച്ച ചെയ്ത കാര്യമായിരുന്നു. LGBT കമ്മ്യൂണിറ്റിനെ സപ്പോർട്ട് ചെയ്തിട്ട് അത് നോർമലൈസ് ചെയ്തിട്ട് സംസാരിച്ച ലക്ഷ്മിയുടെ കാര്യം. ലക്ഷ്മിയോട് സംസാരിച്ചിരുന്നല്ലോ. ലക്ഷ്മി 2018 ഡിസംബർ 2018-16 ഡിസംബർ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു. ഡിസംബർ 2018 ഡിസംബർ 16 പോസ്റ്റ് ഞാൻ എന്റെ ഫേസ്ബുക്കിൽ, ഞാൻ ലക്ഷ്മിയുടെ ഫേസ്ബുക്കിൽ തമ്മിൽ ഒരു ഫോളോ ഉണ്ട്. അപ്പൊ ഞാൻ അതിൽ കണ്ട കാര്യമാണ്. ഞാൻ ലക്ഷ്മിയോട് ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്ന കാര്യം. എന്തുകൊണ്ട് ഇപ്പൊ അങ്ങനെ പറയാൻ കാരണം ആള് ഐ ഡോണ്ട് നോ. ഞാൻ പറഞ്ഞില്ലേ, ലക്ഷ്മി എന്നോട് വന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ ലൈഫിലുണ്ടായ പല എക്സ്പീരിയൻസ് കൊണ്ടാണ് ഞാൻ ചിരിക്കാത്തതും ഞാൻ അങ്ങനെ സംസാരിച്ചതൊന്നും ലക്ഷ്മി എന്നോട്. ഞാൻ പിന്നെ ആ കാര്യം എന്താണെന്ന് ഞാൻ ചോദിച്ചില്ല. കാര്യം അതൊരു ബിഗ് ബോസിലെ ഒരു വ്യക്തിയുടെ ഒരുപാട് എക്സ്പീരിയൻസുകൾ ഷെയർ ചെയ്യുന്ന ഒരു ടാസ്ക് ഉണ്ട്. അപ്പോൾ അതിൽ ലക്ഷ്മി അത് പറയുമെന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ, ഞാനത് പറഞ്ഞു, ഞാൻ പുറത്തിറങ്ങി കണ്ടോളാം എന്ന് പറഞ്ഞ് ഞാൻ പോകുന്നു. കാര്യം ഞാൻ ആക്ച്വലി ബിഗ് ബോസിൽ ഒരു വേറെ ആവശ്യമായിട്ട് പോയത്. അപ്പോൾ ഈ പറഞ്ഞ ഈ ആദിലേക്ക് നോറിക്കും ആ ഒരു സാധനം എനിക്ക് ഭയങ്കര വിഷമമായി. കാര്യം വീട്ടിൽ കയറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ. അപ്പോൾ എൻ്റെ വൈഫ് എന്നോട് പ്രത്യേകിച്ച് പറഞ്ഞു, ആദിലേക്ക് നോറിനും ഈ ഷോ കഴിയുമ്പോൾ നമ്മുടെ വീട്ടിൽ വിളിക്കണം, എന്തായാലും വിളിച്ച് കൊണ്ടുവരണമെന്ന് പറയുകയും ചെയ്തു. എല്ലാവരും ഈ ലോകത്ത് ഈക്വലാണ്. പൊക്കമുള്ളവൻ, വണ്ണമുള്ളവൻ, കറുത്തവൻ, വെളുത്തവൻ, അങ്ങനെ ഗേ, ലെസ്ബിയൻ, അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. എല്ലാവരും മനുഷ്യന്മാരാണ്. ഹ്യൂമാനിറ്റി അല്ലേ നമുക്ക് എല്ലാവർക്കും വേണ്ടത്. അല്ലാതെ ഒരു വർഗതിരിവ് അല്ലെങ്കിൽ അങ്ങനത്തെ സാധനം നമുക്ക് ആർക്കും വേണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ആൾക്കാരുണ്ട്. ഐ ഡോണ്ട് കെയർ. മറ്റൊരു ഇതെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ എവിക്ഷന് ശേഷം ഇന്നലെ മനസ്ഥാനയുടെ ഒരു എവിക്ഷൻ ഉണ്ട് സംഭവിച്ചിരുന്നു. ഞാൻ ആ എവിക്ഷൻ കണ്ടിട്ടില്ല. ഈ ഹോട്ടൽ ടാസ്കുമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ നിങ്ങൾ പോയത്. സാധാരണ ഇത്തവണത്തെ ഹോട്ടൽ ടാസ്ക് ഭയങ്കര മോശമായിരുന്നു എന്നാണ് എല്ലാവരും അഭിപ്രായം. അതിനെ കുറിച്ച് എന്താ പറയുന്നത്? ഹോട്ടൽ ടാസ്ക് എന്ന് പറഞ്ഞ സംഭവം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കൊല്ലം ഹോട്ടൽ ടാസ്കിൽ പോയിട്ട് മുട്ടൻ അലമ്പായിരുന്നു. അവിടെ കിടന്ന് അലമ്പി കുറേ ആൾക്കാർ കൂവലും ബഹളവും അതിൻ്റെ പുറത്തിറക്കി വിടുന്ന പരിപാടിയൊക്കെ ആയിരുന്നു. അതിന് മുന്നത്തെ പരിപാടിയൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. നമ്മളവിടെ പോയി എന്ന് പറഞ്ഞാൽ നമ്മളവിടെ പോയി മാന്യമായിട്ട് ഫുഡും കഴിച്ച് അവിടുന്ന് പോകണം. ഹോട്ടൽ ടാസ്കിൽ ഒരു ഹോട്ടലിൽ എങ്ങനെ പോവുക, അവിടെ പോയിട്ട് ഹോട്ടലിലെ സ്റ്റാഫിന് ടിപ്സ് കൊടുക്കുക, ഹോട്ടലിൽ നമുക്ക് വരുന്ന ഭക്ഷണം അവർ തരുന്നുണ്ടോ എന്ന് അതിന് കഴിക്കുക, കിടന്നുറങ്ങുക, പോരുക. അതാണ് ഹോട്ടലിൽ താമസിക്കാൻ പോകുന്നത്. അല്ലാതെ അവിടെ കിടന്ന് അലമ്പി തകർത്തിട്ട് അവിടെ ആളുകളൊക്കെ അവിടുത്തെ സ്റ്റാഫിനെയൊക്കെ ഉറപ്പിച്ച് പോരുക എന്നുള്ള പരിപാടിയില്ല. ഞാനൊരു ഹോട്ടലിൽ താമസിക്കാൻ പോകുന്നത് അങ്ങനെയാണ്. അതിപ്പോൾ ബിഗ് ബോസ് ഹോട്ടലാണെങ്കിലും ഏത് ഹോട്ടലാണെങ്കിലും 5 സ്റ്റാർ ഹോട്ടലാണെങ്കിൽ ഗ്രാൻഡ് ഹയാത്തിലാണെങ്കിൽ എവിടെ പോയി താമസിച്ചാലും മാന്യമായിട്ട് ഫുഡ് കഴിക്കുക, അവിടുത്തെ സ്റ്റാഫിന് നമ്മൾ ടിപ്സ് കൊടുക്കുക, പോരുക. ഈ അനിമോൾ ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് അനീഷിന് ടിപ്സ് കൊടുക്കുന്നത്? അനിമോൾ ഉണ്ടായത്, അനിമോൾ അവിടെ പ്രത്യേകിച്ച് ഒരു മാനേജർ എന്നുള്ള ഒരു സാധനം മാത്രമേ ചെയ്തിട്ടുള്ളൂ. അനീഷ് അങ്ങനെയല്ല. അനീഷ് അവിടെ ഫുൾ അടിച്ചു വാരുകയും അവിടെയുള്ള
ഫുൾ പരിപാടികളും ചെയ്യുകയും ചെയ്തു. അവിടെ ഞങ്ങൾ വന്ന സമയത്ത് പൂവൊക്കെ വിതറി, ആ പൂവൊക്കെ ഫുൾ അടിച്ചുവാരി, നിലം മൊത്തം അടിച്ചുവാരി, ഞങ്ങളുടെ ബെഡ് ക്ലീൻ ചെയ്ത് പുതിയ ബെഡ് ഇടുകയും പുതിയ ബെഡ്ഷീറ്റ് വിരിക്കുകയും എല്ലാ കാര്യം ചെയ്തു തന്ന ഒരാളാണ്. എൻ്റെ ശോഭയുടെ പെട്ടി ഒരുക്കുകയും അങ്ങനെ എല്ലാ പരിപാടിയും ചെയ്തു, അനീഷും ഷാനവാസും കൂടി. ഈ ബിഗ് ബോസിൽ ഇപ്പോഴത്തെ വേസ്റ്റ് കണ്ടന്റ് അല്ലെങ്കിൽ ഒരു പരാജയ കണ്ടന്റ് അല്ലെങ്കിൽ അവിടെ നിൽക്കാൻ പറ്റില്ല എന്നുള്ളൊരു കണ്ടന്റ് കൊടുക്കുന്ന ഒരാളാണ് ആരുമില്ല. എല്ലാവരും നല്ല പവർഫുൾ ആണ് എല്ലാവരും. അല്ല, ഈ കമന്റിലൊക്കെ വരുന്നത് ഈ പ്ലാച്ചിക്കാണ് കൂടുതലും, സാബുമാനേക്കാൻ കൂടുതൽ. സാബുമാൻ ബേസിക്കലി ഒരു പാവം മനുഷ്യനാണ്. അയാള് ഒരു പാവം ഗുഡ് ഹ്യൂമൻ പ്യുവർ സോൾ എന്ന് പറഞ്ഞാൽ അയാൾക്ക് ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോ അയാൾക്ക് പറ്റാത്തൊരു ഷോ ആണ്. അയാൾക്ക് പറ്റിയ പരിപാടി നല്ല ഫുഡ് ബ്ലോഗിങ് പരിപാടിയൊക്കെ ഒരുപാട് ആൾ ചെയ്യും. പക്ഷെ ബിഗ് ബോസ് ഷോ എന്തോ അയാൾക്ക് വർക്കൗട്ട് ആയിട്ടില്ല. അയാൾക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ടായിരിക്കാം അയാൾക്ക് വർക്കൗട്ട് ആയിട്ടില്ല. അത് മോശമാണ്, അയാൾ മോശം കണ്ടതിന് ഞാൻ ഒരിക്കലും പറയില്ല. വർക്കൗട്ട് ആയിട്ടില്ല. ബിഗ് ബോസ് നല്ലൊരു കണ്ടസ്റ്റന്റ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ മിസ്റ്റേക്ക് കൊണ്ടാണ് അദ്ദേഹം പുറത്തു വന്നത്. അദ്ദേഹം പുറത്തിറങ്ങിയപ്പോൾ റിഗ്രറ്റ് ചെയ്യുന്നുണ്ടാവും. കാര്യം അദ്ദേഹത്തിന് നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. അവിടെ വേണമെങ്കിൽ അദ്ദേഹം നിന്നിരുന്നെങ്കിൽ അദ്ദേഹം ഫൈനലിലോ അല്ലെങ്കിൽ ഒരു ബിഗ് ബോസ് തീരാൻ പോകുന്ന ഒരു 10 ദിവസം ഒരു 20 ദിവസം മുമ്പൊക്കെ അദ്ദേഹം പുറത്തു പോകുന്നു. അത്യാവശ്യം ആൾക്ക് സപ്പോർട്ടുള്ള ഒരാളായിരുന്നു രേണുസുതി. അദ്ദേഹത്തിന് ഇപ്പൊ റിഗ്രറ്റിംഗ് ഉണ്ട്. എന്തുകൊണ്ടാ? നല്ല സപ്പോർട്ടുള്ള സമയത്താണ് അദ്ദേഹം പുറത്തു പോയത്. അദ്ദേഹത്തിന്റെ നിർബന്ധം കൊണ്ട് അല്ലേ? എന്റെ കാഴ്ചപ്പാട് ആദില നൂറ രണ്ടുപേരും ഒരുമിച്ചുണ്ടാവും. കാരണം രണ്ടുപേരും എന്റെ അവർക്ക് അത്രയും ഫാൻസ് ബേസ് ആണ്, പുറത്തുനിന്ന് കാണുന്നുണ്ട് കേട്ടോ. അനുമോള്, ഈ പറഞ്ഞ നമ്മുടെ അനീഷ്, ചിലപ്പോൾ ഷാനവാസും, അക്ബർ എന്തായാലും ടോപ്പ് 5 വരുന്നതാണ് എൻ്റെ വിശ്വാസം. അക്ബർ ഇത്തിരി പവർഫുൾ മാനാണ്. അയാൾ ഒരു നല്ല എന്താ പറയുക, അയാളുടെ ശരീരത്തിനൊത്ത് ശബ്ദവും ഒരു കുറച്ച് ബലം. എൻ്റെ അത്ര നമ്മൾ ബലം പിടിച്ചൊക്കെ നോക്കി, ബലമൊന്നുമില്ല, പാവമാണ് അയാൾ. ജിമ്മിലൊന്നും പോകുന്നില്ല. അയാൾ അവിടെ ജിമ്മൊന്നുമില്ല, അയാൾ അങ്ങനെ ഒരു ഫിസിക്കൽ പരിപാടികളൊന്നുമില്ല. പക്ഷെ എന്നാലും നല്ല ശബ്ദം റൈസ് ചെയ്യുന്നുണ്ട്. അയാൾക്ക് തെറ്റ് കണ്ടാൽ തെറ്റെന്നുള്ള റൈസ് ചെയ്യാൻ ഒരു കഴിവ് ഉള്ള ഒരു മനുഷ്യനാണ്. അവിടെ ഫേക്ക് ആയിട്ട് കളിക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് എനിക്ക് അങ്ങനെ ഒരിക്കലും തോന്നിയിട്ടില്ല. അവിടെ എല്ലാ ആളുകളും അവരുടെ മുഖംമൂടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഫേക്ക് എന്നുള്ള പരിപാടിയൊന്നും നടന്നിട്ടില്ല. കാര്യം 50 സവാറായി, ഇനി അവിടെ ഫേക്ക് എടുക്കില്ല. ഒരാഴ്ചയൊക്കെ പിടിച്ചേക്കാൻ പറ്റും എന്തെങ്കിലും കാണിച്ച്. അതിപ്പോൾ ഒരാഴ്ചയൊക്കെ പിടിച്ചിരുന്ന ഒരാളാണ് അനീഷിന്റെ കയ്യിൽ നിന്നൊക്കെ പോയി. അനീഷ് എല്ലാവരായിട്ടും ഭയങ്കര മിംഗ്ലിംഗ് ആണ്. അനീഷ് ആരായിട്ടും മിണ്ടില്ല. അതിനുശേഷം എല്ലാവരും മിംഗിളായപ്പോഴാണ് എനിക്ക് അനീഷ് ഇഷ്ടപ്പെടാൻ തുടങ്ങിയത്. കാരണം അനീഷ് ഭയങ്കര പ്യൂർ സോളാന്ന് മനസ്സിലായപ്പോഴാണ് അയാൾ എല്ലാ ആളുകളും സംസാരിക്കാൻ തുടങ്ങി. അപ്പൊ അയാൾ ഒരു പ്യൂർ സോളാണ്. അതിന് മുന്നേ അയാൾ ഇങ്ങനെ എനിക്ക് പറ്റില്ല എനിക്ക് ഒന്നാം സ്ഥാനം അങ്ങനെ പറഞ്ഞ് ഭയങ്കര റിപ്പീറ്റേഷൻ ഉള്ള മനുഷ്യരായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷെ അയാൾ പ്യൂർ സോളാണ്, കിടിലൻ മനുഷ്യനാണ്. അഖിൽ കോട്ടാത്തല, അഖിൽ രാജ് കോട്ടാത്തല. ഗസ്റ്റിന്റെ പണി മാത്രം ചെയ്യാവൂ, ഒരിക്കലും അവിടെ പോയിട്ട് കണ്ടസ്റ്റൻസിന്റെ ഗെയിം ചേഞ്ച് ചെയ്തിരുന്നു. അഖിൽമാരാർ അതിന്റെ അകത്തുണ്ടായിരുന്നെങ്കിൽ അത് അനുവദിക്കില്ല എന്ന് പറഞ്ഞു. എന്താണ് പറയാനുള്ളത്? ഞാൻ എനിക്ക് ഏത് സീസണില് ആ ശോഭയുള്ളതുകൊണ്ട് ജയിച്ച അഖിൽമാരാണ് പറഞ്ഞത്. അല്ലാതെ വലിയ സംഭവമായിട്ട് എനിക്ക് തോന്നാറൊന്നുമില്ല അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റുകളൊന്നും. എനിക്ക് ആദ്യകാലത്ത് ഭയങ്കര ഇഷ്ടമായിരുന്നു. ബിഗ് ബോസിൽ പോയ ശേഷം പുറത്തിറങ്ങിയിട്ട് അയാൾ കാണിക്കുന്ന അല്പതരമൊന്നും എനിക്ക് വിയോജിപ്പുണ്ട്. പിന്നെ ഈ എന്റെ ഇഷ്ടമാണ് ആ പാവം എടുത്തെറിയുക, അത് എന്റെ മാത്രം തീരുമാനമാണ്. അഖിൽമാരാർ സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ ഞാൻ എടുത്തെറിയണ അഖിൽമാരാറിന്റെ കൈ കൊണ്ടാണ് അറിഞ്ഞത്. എന്റെ കൈ കൊണ്ട് എന്റെ പവറും പറ്റി ഞാൻ പുറത്തേക്ക് അറിഞ്ഞാണ്. അഖിൽമാരാർ തീരുമാനിക്കണല്ലോ, എന്റെ മാത്രം തീരുമാനമല്ലോ അത് ആരും എന്നോട് പറഞ്ഞിട്ടില്ല. അപ്പൊ ചിലപ്പോൾ മണ്ടത്തരായിക്കോട്ടെ എന്തായിക്കോട്ടെ, ഐ ഡോണ്ട് കെയർ. കാര്യം ഞാൻ പലപ്പോഴും ചിന്തിച്ചു, ഞാൻ ഇപ്പോഴും പറഞ്ഞു ഞാനൊരു ഓഡിയനായിട്ടാണ് ആ ഷോ കാണുന്നത്. എനിക്ക് തോന്നിയത് ഗെയിം ചേഞ്ചിങ് അല്ല, എനിക്ക് തോന്നി അത് അറിയാൻ തോന്നി. കാര്യം കുറച്ചുകൂടെ അയാൾ കുറച്ച് ഇമ്പ്രൂവ് ആവും. ആ പാവം പോയി കഴിഞ്ഞാൽ അനുമോൾ കുറച്ചുകൂടി ഇമ്പ്രൂവ് ആവും. കുറച്ച് നല്ല 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 കാര്യങ്ങൾ അവിടെ ചെയ്യാണ്ട്. അയാൾ എന്തൊക്കെ എനിക്ക് ഞാൻ കണ്ടില്ല ബ്രോ. അയാൾ ഞാൻ നോക്കിയിട്ടില്ല. ഓ അത് ഭയങ്കര പ്രശ്നമാണ് അയാൾക്ക്. ഭയങ്കര എക്സ്പ്രഷൻ ഫുള്ള് മണ്ടത്താണ് പറയുന്നത്. പുള്ളി ഭയങ്കര പാർട്ടിയൊക്കെ പറയും അദ്ദേഹത്തിന്. എനിക്കും കേസുണ്ട്. കേസൊന്നും അതല്ല, രാജ്യദ്രോഹ കുറ്റത്തിനെ പറ്റിയിട്ട് മണ്ടത്തരങ്ങൾക്ക് പറയുന്നതാണ്. നിലവിൽ ബിഗ് ബോസിൽ കുറച്ച് ആൾക്കാർ പുറത്തു വേണ്ടി ആ കണ്ടസ്റ്റിൽ ആരെങ്കിലും ബിഗ് ബോസിലേക്ക് തിരിച്ചു വന്നാൽ നല്ല ഗെയിം കളിക്കും തോന്നുന്നതായിരിക്കും. എനിക്ക് അപ്പാനി ശരത്ത് വന്നാൽ നല്ലതായിരിക്കും തോന്നുന്നു. അപ്പാനി ഒരിക്കലും പുറത്തു കൊണ്ട ഒരാളല്ലായിരുന്നു. പിന്നെ ബിൻസി അവർക്ക് സംസാരിക്കുന്ന ആളാണ്. അയാൾ RJ അല്ലേ, അത്യാവശ്യം നോളജ് ഒക്കെ ഉണ്ടാവും. പക്ഷെ അവർ പോയി. ഷാനോസും അനീഷും നല്ല സൗഹൃദമാണ്. അതിന്റെ അകത്ത് കയറി അറിയാൻ പറ്റും. അവർ നല്ല ബോണ്ടിങ്ങാണ്, നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ട്സിനെ പോലെയാണ് അവർ. അവരവിടെ വെച്ചാൽ പരിചയപ്പെടുന്നത്. എനിക്ക് തോന്നുന്നു അനീഷ് കുറച്ച് ഒരു സോഫ്റ്റ് കോർണർ കാണിക്കുന്ന ഷാനവാസ്. അനീഷിന് ആരോടും ഒരു കമ്മിറ്റ്മെന്റ് ഇല്ലാത്ത മനുഷ്യനാണ്. ഷാനവാസ് പറഞ്ഞാൽ മാത്രമേ ഫുഡ് കഴിക്കാൻ ഷാനവാസ് കൊണ്ട് കേട്ടില്ല. ഞാൻ പോയി പറഞ്ഞിട്ടാണ്
അനീഷ് ഫുഡ് കഴിച്ചത്. ഈ ഇപ്പോൾ റീസെൻ്റ്ലി ഒരു സംഭവം ഉണ്ടായിരുന്നു, ശോഭ എന്താ മേക്കപ്പ് ചെയ്യിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞു. ഭയങ്കര വിഷമമായി. ഈ അപ്പാനി പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ ഒരു കണ്ടസ്റ്റന്റ് മസ്താനി എന്ന് പറഞ്ഞ കണ്ടസ്റ്റന്റ് നല്ല സന്തോഷിച്ചത്, പിന്നെ പുറത്തിറങ്ങി ഇന്നലെ ഭയങ്കരമായിട്ട് റീലിൽ കണ്ടുകൂടാ. എനിക്ക് വ്യക്തമായിട്ട് അറിയാൻ പാടില്ല. ഞാൻ എപ്പിസോഡ് കണ്ടില്ല. എപ്പിസോഡ് കാര്യം ഞാൻ ആ സമയത്ത് ചെന്നൈയിലായിരുന്നു. അവന്റെ ഫോണൊക്കെ അവർ വാങ്ങിച്ചു വെച്ചാണ്. അതിപ്പോ നമുക്കെതിരെ ഭയങ്കര സൈബർ ബുള്ളിങ് എന്നുള്ള രീതിയിൽ സൈബർ ബുള്ളിങ് ഇപ്പൊ ഈ പറഞ്ഞ കാര്യത്തിൽ എനിക്കും കിട്ടും. അത് സൈബർ ബുള്ളിങ് എത്ര ദിവസം, 2 ദിവസം 3 ദിവസം അല്ലേ, അത്രേ ഉള്ളൂ. പൈസ കൊടുത്തിട്ട് ആളുകളിൽ ചെയ്യിപ്പിക്കണല്ലേ, ആ പൈസ തീരുമാനം നിൽക്കും, അത്രേ ഉള്ളൂ. ഇവിടെ ഞാൻ ഇതിനു മുമ്പ് പല ആളുകൾ വിമർശിച്ചിട്ടുണ്ട്, പല ആളുകളെ പറ്റി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സപ്പോർട്ട് ചെയ്യുമ്പോഴും കിട്ടും, വിമർശിക്കുമ്പോഴും കിട്ടും. അപ്പം ഈ ബിഗ് ബോസ് എന്ന ഷോ ഈ 2 തലയുള്ള മൂർച്ചയുള്ളൊരു വാളാണ്. അത് എങ്ങനെ കുത്തിയാലും എങ്ങനെ വെട്ടിയാലും മുറിയും, അങ്ങനത്തെ ഒരു ഷോ ആണ്. അപ്പോൾ അതിനെപ്പറ്റി ആര് സംസാരിച്ചാലും അതിൽ എതിർപക്ഷം ഉണ്ടാവും, 2 പക്ഷം ഉണ്ടാവും. അത് അമ്മയെ തല്ലിയ 2 പക്ഷം നേട്ടമല്ല, അതുപോലെ തന്നെയാണ് ഈ ബിഗ് ബോസ്. എങ്ങനെ 2 പക്ഷം ഉണ്ടാവും. അപ്പോൾ കോട്ടത്തല പറഞ്ഞാലും അത് ഏത് തല പറഞ്ഞാലും. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്, താങ്ക് യു, കാണാൻ സാധിക്കട്ടെ. ഓക്കെ. അതൊന്നും പറ്റിയിട്ടൊന്നുമില്ല. ടി വിയുടെ ഒരു ഇതുണ്ട്, മൈജിയുടെ ഒരു ചെറിയ ബോർഡുണ്ട്, ആ ബോർഡ് നിർത്തി നമ്മൾ ടി വി നിർത്തി. സാധാരണ ഈ ഹോട്ടൽ ടാസ്കിൽ പോകുന്നതിന് അവരൊരു ഗെയിം അവിടെ ടെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട്. നിങ്ങളും ശോഭയും എന്തെങ്കിലും പ്ലാനുകൾ ഉണ്ടായിരുന്നു? ഒരു പ്ലാൻ ഉണ്ടായില്ല. ശോഭ എന്തൊക്കെയോ പ്ലാൻ ചെയ്തു, ഞാൻ ഒന്നും പ്ലാൻ ചെയ്തിട്ടുണ്ടായില്ല. കാര്യം ഞാൻ അങ്ങനെ പ്ലാൻ ചെയ്ത് പോയ ഒരാളല്ല. കാര്യം എനിക്ക് എൻ്റെ അകത്ത് ഞാൻ പറഞ്ഞു, ഞാൻ ബിഗ് ബോസ് ഷോ ഒരു ഓഡിയൻസ് എന്ന രീതിയിൽ കാണുന്ന ഒരാൾ, മൊബൈലിലിരുന്ന് ഹോട്ട്സ്റ്റാറിൽ കാണുന്ന ഒരാളാണ്. അപ്പോൾ എന്നെ പെട്ടെന്ന് വിളിച്ചപ്പോൾ ഞാൻ ഓക്കെ പറയാമെന്ന് പറഞ്ഞു. ഞാൻ അപ്പം പറഞ്ഞു എനിക്ക് താല്പര്യം, കാര്യം അനിമോൾ ഉള്ളതുകൊണ്ട് ഞാൻ പോകാൻ താല്പര്യം കാണിക്കാതിരുന്നുണ്ട്. അത് ഈ പറഞ്ഞ സെയിം സാധനം അനിമോളിന് ഫേവറേഷൻ കാണിക്കും, അത് കാണിക്കും, ഇത് കാണിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പോകണ്ട എന്ന് വിചാരിച്ച ആളാണ്. ഞാൻ അവിടെ പോയിട്ട് അനിമോൾ ഒരു ഫേവറേഷൻ കാണിച്ചിട്ടില്ല. ആ പാവം എനിക്ക് ദേഷ്യം വന്നിട്ട് തെറിച്ചതാണ്. കാര്യം അങ്ങനെയെങ്കിലും അവൾ കുറച്ചുകൂടി കളിക്കട്ടെ ഗെയിം. ഈ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിലെല്ലാം പറയുന്നത് ഇപ്പോൾ പ്ലാച്ചിനെ താങ്കൾ പുറത്തറിഞ്ഞ അതേ സമയത്ത് തന്നെ പ്ലാച്ചിക്ക് ബൈ എന്നൊക്കെ പറഞ്ഞിട്ട് അനിമോളുടെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിൽ 2-3 പോസ്റ്റുകളൊക്കെ വന്നത്, വീഡിയോ ഒക്കെ അവരുടെ ഇഷ്ടങ്ങൾ. നിങ്ങളുടെ അനിമോളുടെ PR ടീം പറഞ്ഞിട്ടാണ് നിങ്ങൾ ചെയ്തതെന്നുള്ള. ഞാനേ ഒരു വീഡിയോ കാണിച്ചതാണ് നിങ്ങൾക്ക്. ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഒരു ഇൻ്റർവ്യൂ കൊടുത്തായിരുന്നു. അത് കണ്ടിരുന്നു. കണ്ടില്ലേ? അത് ഷിയാസ് മാത്രമല്ല, പൊതുവെ എല്ലാവർക്കും തോന്നുന്ന ഒരു കാര്യമാണ് ഈ പ്ലാച്ചി മട എന്നുള്ള സാധനം. ഞാന് അത് ഓൾറെഡി ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു ഉദാഹരണത്തിന് പോയപ്പോൾ ഞാൻ ആ കാര്യം പറഞ്ഞാണ്. ഈ ബിഗ് ബോസിന്റെ ആളുകളോട് ചോദിച്ചപ്പോൾ ഞാൻ ഈ കാര്യം പറഞ്ഞേ. എനിക്ക് ആ സാധനം ഈ പാവ പിടിച്ച് നടക്കുമ്പോൾ എനിക്ക് ഭയങ്കര തിഞ്ചായിട്ട് തോന്നിയായിരുന്നു. അപ്പൊ എനിക്കൊരു ചാൻസ് കിട്ടിയതിൻ്റെ അകത്ത് കയറിയപ്പോൾ ഞാൻ എടുത്ത് കളഞ്ഞു, അത്രേ ഉള്ളൂ. ഇതിപ്പോൾ എന്താ പ്രശ്നം? ഞാൻ പിന്നെ ആരും പറഞ്ഞാൽ ചെയ്യാറില്ല. എൻ്റെ സ്വഭാവമാണ്, എനിക്ക് തോന്നണം. എനിക്ക് 1 കോടി രൂപ വരാന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നിയാൽ മതി. എന്ത് ഇനിയിപ്പോൾ നിങ്ങൾ എൻ്റെ അടുത്ത് അങ്ങനെ പറയും ഇങ്ങനെ പറഞ്ഞു ഞാൻ പറയുന്നില്ല. എൻ്റെ ഇഷ്ടത്തിനുള്ള കാര്യം ഞാൻ പറയും. നിങ്ങൾക്ക് അറിയാമല്ലോ, നിങ്ങൾക്ക് ഓൾറെഡി അറിയാമല്ലോ. എനിക്ക് വലിയ പ്രശ്നം ഉണ്ടാകുമ്പോൾ ഷിയാസ്ക എൻ്റെ വായിൽ കൂട്ടിയിട്ട് ഞാൻ നിങ്ങൾ പറയും. എനിക്ക് തോന്നിയാൽ മാത്രമേ ഞാൻ പറയുള്ളൂ. ഇതിപ്പോൾ നിങ്ങൾ ചോദിച്ചപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു. എനിക്ക് തോന്നണം. നിങ്ങൾ ഇതിനു മുമ്പ് മറ്റേ കേസ് നിവിൻ്റെ എനിക്കത് അറിയാൻ പാടാത്ത കാര്യമാണ്. പിന്നെ ജിസേലിൻ്റെയും ആരിൻ്റെയും എനിക്കത് അറിയാൻ പാടാത്ത കാര്യമാണ്. അറിയാൻ പാടാത്ത കാര്യം ഞാൻ സംസാരിക്കാറില്ല. പിന്നെ കോട്ടത്തല ഞാനും കോട്ടത്തല ഇത് കണ്ടിട്ടൊന്നും കേട്ടോ ഈ സംഭവം. അയാൾ എന്തെങ്കിലുമൊക്കെ പറയും. അയാൾക്ക് എന്തെങ്കിലും ഒരു സീസൺ തുടങ്ങുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ഒന്ന് ലൈം ലൈറ്റിൽ വരണം, അത്രേ ഉള്ളൂ. പിന്നെ എന്തെങ്കിലും നാട്ടിലെന്തെങ്കിലും പ്രശ്നം നടക്കുമ്പോൾ അതിലെന്തെങ്കിലും പോയി പറയുക, എന്നിട്ട് അത് പുള്ളിയുടെ കയ്യിൽ നിന്ന് പോവുക, എന്നിട്ട് മിണ്ടാതിരിക്കുക. ഇത് ഞാൻ കാണണല്ലേ. ഞാൻ പോയിട്ട് ഇങ്ങനെ അറിയാൻ പാടാത്ത കാര്യത്തെപ്പറ്റി സംസാരിക്കാറില്ല. എൻ്റെ പൊന്നളെ എനിക്ക് പേഴ്സണലി ഒരു വട്ടം ഞാൻ കണ്ടിട്ടുള്ളൂ. എനിക്ക് അറിയാൻ പാടില്ല അയാളെ. അഖിൽ കോട്ടത്തല ഞാൻ പ്രാവശ്യം വീഡിയോയിൽ ചങ്ങായി പറഞ്ഞിട്ട് ഞാൻ ചിരിച്ചാണ്. അത് ഉണ്ടാവും. എനിക്ക് ഭയങ്കര കോമഡി ആയിട്ട് തോന്നി. എൻ്റെ പേര് ഷിയാസ് കരീം, എൻ്റെ ഉപ്പാടെ പേര് അബ്ദുൽ കരീം എന്നാണ്. ഷിയാസ് അബ്ദുൽ കരീം. അബ്ദുലൊന്ന് മാറ്റി വലിയ പേരായുണ്ട്, അത്ര തന്നെ. മനസ്സിലായോ? അത്രേ ഉള്ളൂ. എൻ്റെ പേര് അങ്ങനെയാണ്, ഷിയാസ് അബ്ദുൽ കരീം. അങ്ങനത്തെ പേര് പറയാം. ഓക്കെ, ശരി. പൊതുവെ കണ്ടസ്റ്റൻസ് എല്ലാം ചില കാര്യങ്ങൾക്ക് റിയാക്ട് ചെയ്യാത്ത പോലെ തോന്നുന്നു. ഈവൻ പ്ലാച്ചിനെ എടുത്ത് പുറത്തേക്ക് ഇറങ്ങിയില്ലേ, അപ്പോഴും ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് അതേപോലെ തന്നെ ഈ ആദില നൂറ് ഇഷ്യൂ ഉണ്ടായില്ലേ, ആ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞപ്പോഴും ആ സമയത്ത് ആരും റിയാക്ട് ചെയ്തിട്ടില്ല. ആദില നൂറ് ഇഷ്യൂ എന്റെ വീട്ടിൽ ഞാൻ കാര്യം ആ ഷോയിൽ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുന്ന പരിപാടി അല്ലാതെ ഇത് മറ്റേ നിങ്ങൾ ഒരു ഒളിമ്പിക്സിൽ ഓടാൻ പോയണമെന്നല്ല, ഒരാൾ റിലേയിൽ ഓടാൻ വേണ്ടി ഒരാൾ ഇത് കൊടുത്ത് പോലെ ഇതൊരു ഒറ്റയ്ക്ക് കളിക്കുന്നൊരു ഷോയാണ് ഈ പറഞ്ഞ ബിഗ് ബോസ് എന്ന് പറഞ്ഞത്. അപ്പോൾ അവിടെ അവർ പറഞ്ഞില്ല, ഒരാൾ സപ്പോർട്ട് ചെയ്തില്ല, അങ്ങനെ പറയുന്നില്ല. നാട്ടുകാർ സപ്പോർട്ട് ചെയ്യും. തെറ്റുണ്ടെങ്കിൽ ശരിയുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യില്ല. അന്നേരം അത്ര